ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് റിവിഷന്റെ നാലാം ഭാഗമാണ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ഫസ്റ്റ് യൂണിറ്റിന്റെ നാലാം ഭാഗത്തെ റിവിഷനാണ്. ഒന്നാമത്തെ ചോദ്യം, ദ algebraic expression for the sum of n terms of an arithmetic sequence is n square plus n. Find the first term of the sequence, find the sum of first 10 terms. ഇപ്പം മലയാളത്തിൽ ചോദ്യം എഴുതിയില്ലെങ്കിലും ഞാൻ ഈ ചോദ്യം മലയാളത്തിൽ പറയാം. എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ എന്താണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ, അതായത് ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത് n സ്ക്വയർ പ്ലസ് n. ഇതിലെ ഒന്നാം പദം കണ്ടുപിടിക്കുക. ഈ സമാന്തര ശ്രേണിയിലെ ഒന്നാം പദം എത്ര, ആദ്യത്തെ 10 പദങ്ങളുടെ തുക എത്ര. വളരെ എളുപ്പമാണ്, നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സം ഓഫ് n ടേംസ്, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഒന്നാമത്തത് സം ഓഫ് n ടേംസ്, Sn തന്നിട്ടുണ്ട്. എത്ര? n സ്ക്വയർ പ്ലസ് n. ഈ Snൽ എന്നിന് പകരം എന്നിന് 1 കൊടുക്കുക. 1 കൊടുത്താൽ S1, അതായത് 1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 2. ഈ S1 എന്ന് പറയുന്നതാണ് x1. സം ഓഫ് 1 ടേം എന്ന് പറയുന്നത് 1 ടേം, ഫസ്റ്റ് ടേം ആണ്. ഇനി എസിന് 2 കൊടുത്താൽ സം ഓഫ് 2 ടേം, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം കിട്ടും. അതിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്താൽ സെക്കൻഡ് കിട്ടുന്നതായിരിക്കും. S3 സം ഓഫ് 3 ടേംസ്, ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം, മൂന്നും കൂടെ ചേരുന്നതാണ് S3. അപ്പം ഫസ്റ്റ് ടേം അറിയാമെങ്കിൽ സെക്കൻഡ് ടേം അറിയാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തേർഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം അതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകാം. ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി. എത്ര? 2. ബി സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഇത് എന്നിന് 10 കൊടുക്കാം. S10 ഈക്വൽസ് 10 സ്ക്വയർ പ്ലസ് 10. 10 സ്ക്വയർ 100, 100 പ്ലസ് 10 110. അപ്പോൾ ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞ് ഇത് വേറെ 2 മാർക്കിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിൽ കൂടുതൽ കിട്ടാൻ സാധ്യത ഇല്ല. അപ്പം മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം, ദ സം ഓഫ് 8th and 19th ടേംസ് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 125. വാട്ട് ഈസ് ദ സം ഓഫ് 7th and 20th ടേംസ്? If the 6th term is 40, find the 21st term. C. Find the sum of first 26 terms. അതാണ് 3 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം 3 മാർക്കിൻ്റെ ചോദ്യമാണിത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഓരോന്നിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. ഏഴ് ആൻസർ എ. അപ്പോൾ നമുക്ക് എന്തെല്ലാം തന്നിട്ടുള്ളതെന്ന് വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. എന്താണ് ഇതിൻ്റെ മലയാളം ചോദ്യം പറഞ്ഞില്ലല്ലോ. എന്താണ് മലയാളത്തിൽ? ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദത്തിൻ്റെയും 19ാം പദത്തിൻ്റെയും തുക 125ആണ്. 7ാം പദത്തിൻ്റെ 20ാം പദത്തിൻ്റെയും തുക എന്ത്? 60ാം പദം 40 ആയാൽ 21ാം പദം കാണുക. സി പാർട്ട്, ആദ്യത്തെ 26 പദങ്ങളുടെ തുക കാണുക. അപ്പോൾ നമുക്ക് എൻ്റെ ആൻസർ തന്നിരിക്കുന്ന അനുസരിച്ച് ചെയ്താൽ സം ഓഫ് 8th and 19th ടേം, 8th ടേം പ്ലസ് 19th ടേം എത്ര? 125. അപ്പം വാട്ട് ഈസ് ദ സം ഓഫ് 7th and 20th ടേം? ഇവിടെ ഓക്കെ, 19ഉം 8ഉം എത്ര? 27. 20ഉം 7 27. നോക്കിക്കേ, 21. 21ഉം 6ഉം എത്ര? 27. 22ഉം 5 27. ഇങ്ങനെ 27 വരുന്ന പദങ്ങളുടെ എല്ലാം തുക 125 തന്നെ ആയിരിക്കും. ആ കൺസെപ്റ്റ് നിങ്ങൾ ആരും മറന്നു പോകരുത്, ഓർത്തിരിക്കുക. 8ഉം 19ഉം 125 ആയതുകൊണ്ട് 7ഉം 20ഉം ഇത്ര തന്നെ ആയിരിക്കും, 125 തന്നെ ആയിരിക്കും. ഇങ്ങനെ കൂട്ടുമ്പോൾ 27 വരുന്ന എല്ലാ
രണ്ട് പദങ്ങളുടെയും തുക എന്ത് തന്നെയായിരിക്കും? 125 തന്നെ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ കിട്ടി 125. ഇതിൻ്റെ അകത്തുള്ള എല്ലാ ചോദ്യങ്ങളും കണക്റ്റഡ് ആയിരിക്കും. ഒന്നിന് പുറകെ ഒന്നായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാവുന്ന ചോദ്യങ്ങളായിരിക്കും വരിക. 6th ടേം x6 എത്ര? 14 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ 21st ടേം എത്ര? ഓക്കെ, 21, 6, 27. ഇവിടെ 27 വന്നു. ഞാൻ ഇവിടെ ഇങ്ങോട്ട് എഴുതാണ്. x6 പ്ലസ് x21 ഈക്വൽസ് എത്ര? 125. x6 നമുക്കറിയാം 40 പ്ലസ് x21 ഈക്വൽസ് 125. അപ്പം x21 ഈക്വൽസ് 125 മൈനസ് 40 എത്ര കിട്ടും? 85. അപ്പൊ രണ്ടാമത്തെ ആൻസറും എളുപ്പത്തിൽ കിട്ടി. അതാ ഞാൻ പറഞ്ഞത്, ഓരോ ചോദ്യങ്ങളുടെയും ആദ്യത്തെ ചോദ്യത്തിന് കണക്ട് ചെയ്ത് രണ്ടാമത്തെ, അതിനെ കണക്ട് ചെയ്ത് മൂന്നാമത്തെ, ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പൊ നമുക്ക് സം ഓഫ് 26 ടേംസ് ആണ് നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള SNന്റെ ഫോർമുലയിലേക്ക് SN ഈക്വൽസ് x26 ആണ് കാണേണ്ടത്. അപ്പോൾ SN ഈക്വൽസ് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്നിന് വരെ എത്ര കൊടുക്കാം? 26 കൊടുക്കാം അല്ലേ? S26 സമം 26/2 ഇൻറ്റു എത്ര വരും? x1. ഇത് 26 അല്ലേ? x26. ഇവിടെ ഓക്കെ, 1, 26, 27. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 125 എന്ന് വില കൊടുക്കാം. 26/2 എത്ര? 13 ഗുണം ഇത് രണ്ടും കൂടെ എത്ര വരും? 27 വരുന്ന എല്ലാം 125 ആണ്. 26, 1, 27. അപ്പം 125. അപ്പം ഇത് നമുക്ക് ഗുണിക്കുമ്പം എത്ര കിട്ടുക? 125 ഗുണം 13. എത്ര ആൻസർ ഒന്ന് നോക്കിക്കേ, എത്ര ആയിരിക്കും വരുന്നത്? 125 ഗുണം 13 12 1625. മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് 1 + 2 + 3 up to 10. Second, how many consecutive natural numbers starting from 1 should be added to get 300? മലയാളത്തിൽ 1, 2, 3 ഡാഷ് ഡാഷ് പ്ലസ് 10ന്റെ തുക കാണണം. എത്ര? രണ്ടാമത്തത് 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടുമ്പോഴാണ് 300 കിട്ടുക? തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടുമ്പോഴാണ് 300 കിട്ടുക? നമുക്ക് ആൻസറിലേക്ക് പോകാം. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. എന്താണ്? 10 എണ്ണൽ സംഖ്യകളുടെ തുക കാണാൻ എന്താണ്? n × n + 1/2. എത്ര? 10. 10 × 10 1 കൂട്ടുമ്പോൾ 11/2 എത്ര? ഇവിടെ വെട്ടുമ്പോൾ 5. 5 × 55. ഒന്നാമത്തെ ആൻസറായി. ഇനി രണ്ടാമത്തേൻ്റെത് സം എത്ര? 300 തന്നിട്ടുണ്ട്. 300 കിട്ടേണ്ടത്. എത്ര സംഖ്യകൾ കൂട്ടിയാലാണ് തുക 300 കിട്ടുക? എത്ര എണ്ണൽ സംഖ്യകൾ, തുടർച്ചയായ എത്ര എണ്ണൽ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 300 കിട്ടുക? അപ്പം 300 നമുക്ക് തുക അല്ലേ? അപ്പം തുക കാണാനുള്ള എന്താണ്? തുക കാണുന്നത് എങ്ങനെയാണ്? ഇതാണ്ട്, ഇതെല്ലാം നമ്മുടെ സൂത്രമാക്കി. അപ്പം അതിലോട്ട് കൊടുക്കാം. n × n + 1/2 ഈക്വൽസ് 300. അപ്പം n × n + 1/2 ഈക്വൽസ് 300. ഓപ്പൺ ദ ബ്രാക്കറ്റ്. n² + n ഈക്വൽ 2ന് അപ്പുറത്തുണ്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 600 എന്ന് വരും അല്ലേ? ഇതിന് ഇപ്പുറത്തോട്ട് അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എന്താണ്? കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ആ രീതിയിൽ ചെയ്യാം. എന്ത് ചെയ്യണം? ഹാഫ് ആഡ് ചെയ്യാം. രണ്ട് സൈഡും ഹാഫ് ആഡ് ചെയ്യാം. എങ്ങനെയാണ് ഹാഫ് കിട്ടുന്നത്? ഇതാ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് പകുതി, ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് മിഡിൽ ടേം ഇതായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഹാഫ്. n² + n പ്ലസ് ആഡിങ് ഹാഫ് ഓൺ ബോത്ത് സൈഡ്സ് 600 പ്ലസ് ഹാഫിൻ്റെ സ്ക്വയർ. ഓക്കെ,
600 plus half into square. A square plus 2ab plus b square. അപ്പം ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏതിൻ്റെ ഫോമായി? n പ്ലസ് ഹാഫ് ദ ഹോൾ സ്ക്വയർ എന്ന രീതിയായി. 600 പ്ലസ് 1/4. 600 into 4, 2400 plus 1 whole by 4. അപ്പോൾ നോക്കിക്കേ, n plus 1/2 the whole square equals 2401/4. ഇവിടെ സ്ക്വയർ ആണ് അല്ലേ? ഈ സ്ക്വയർ മാറ്റണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് എടുക്കണം. Therefore n plus 1/2 equal square root of 2400/4. 2400 റൂട്ട് എത്രയാണ് പറഞ്ഞേ? 2500 ആണെങ്കിൽ എത്ര? 50. ബട്ട് 2400 റൂട്ട് എന്ന് പറയുന്നത് 49. 4ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2. n പ്ലസ് ഹാഫ് ഈസ് ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാം. n പ്ലസ് ഹാഫ് ഈസ് 49/2. n പ്ലസ് ഹാഫ് ഈസ് 49/2. Therefore n is equal to 49/2. ഇതിനപ്പുറത്ത് ഉണ്ടാകുമ്പോൾ മൈനസ് ആ 1/2. ഇപ്പോൾ 49 minus 1/2 that is 48/2 equals 24. അപ്പം തുടർച്ചയായ 24 പദങ്ങൾ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്താ കിട്ടുക? 300 കിട്ടുക. ഓക്കെ, ഇപ്പം 3 ചോദ്യം കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ചെയ്യാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, ബൈ.